വീടൊക്കെ അടച്ച് താക്കോല് തെയോൻ്റെ ബാഗിൻ്റെ അകത്ത് വെച്ച് ഞങ്ങൾ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. തുടക്കം കാണാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തിയേറ്ററിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരിടത്തും സീറ്റ് അവൈലബിൾ അല്ല കേട്ടോ. അങ്ങനെ ശിവദം എന്ന് പറഞ്ഞിട്ട് ഒരു തിയേറ്റർ 3:30ക്ക് ഞങ്ങൾക്ക് സമയം കിട്ടി കേട്ടോ. ഈ തിയേറ്ററിൽ ഞാൻ ഇതുവരെ വന്നിട്ടില്ല, ഈ സ്ഥലത്തേക്ക് വന്നിട്ടില്ല കേട്ടോ. ഇത് ഊരകത്തെങ്ങാണ്ടാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, ഒരു തിരക്കുള്ള സ്ഥലമൊന്നും അല്ല. ടൗണിൽ നിന്നൊക്കെ ഇച്ചിരി മാറിയിട്ടുള്ള ഒരു തിയേറ്ററാണ്. കുഴപ്പമൊന്നുമില്ല, നല്ല ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, സീറ്റ് അടിപൊളിയായിരുന്നു. പക്ഷേ ചെറിയ തിയേറ്ററാണ്, എന്നാലും നമുക്ക് നല്ല കംഫർട്ടായിട്ടിരുന്ന് കാണാം കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്നാക്സൊക്കെ മേടിച്ചുകൊണ്ടാണ് കയറിയത്. തെയോ പോപ്കോൺ കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഇൻ്റർവെൽ സമയമായപ്പോഴത്തേനും ഞങ്ങൾ ഫ്രഞ്ച് ഫ്രൈസ് മേടിച്ച് കൊടുത്തു കേട്ടോ തെയോയ്ക്ക്. തെയോ ഉറങ്ങിയൊന്നുമില്ല. എന്താണേലും സിനിമ കാണാൻ നേരം വലിയ കുഴപ്പമോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അവന്. ആൻഡ് സിനിമേനെ പറ്റി പറയുവാണെങ്കിൽ, സിനിമേനെ പറ്റി പറയുന്നില്ല. ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര എന്താ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതിൻ്റെ അകത്ത് ഒരു 5, 10 മിനിറ്റ് എങ്ങാണ്ടേ മോഹൻലാൽ ഉള്ളൂ എങ്കിലും അങ്ങേരെ കാണാൻ വേണ്ടിയിട്ട് ഒടുക്കത്തെ ഭംഗിയായിരുന്നു കേട്ടോ. എന്താ പറയുക, ഓൾറെഡി എനിക്ക് കറുപ്പ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ അകത്ത് മോഹൻലാൽ ഒരു കറുത്ത ഷർട്ടല്ല, അതുപോലത്തെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അയ്യോ! എന്നാ രസമാണോ അതിൻ്റെ അകത്ത് അങ്ങേരെ കാണാൻ വേണ്ടിയിട്ട്, അടിപൊളിയാണ്. പിന്നെ വിസ്മയ കുഴപ്പമില്ല, ഫസ്റ്റ് മൂവിയാണല്ലോ, വലിയ കുഴപ്പമില്ലാത്തൊരു പടം കേട്ടോ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. അതിനുശേഷം ഞങ്ങൾ എന്താ പറയുക, ചായ കുടിക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു പാരഡൈസ് എന്ന് പറഞ്ഞുള്ളൊരു കോഫി ഷോപ്പിൽ കയറി കേട്ടോ. അവിടെ കയറിയപ്പോഴാണ് ചെറിയ എന്താ ഈ മഴ പെയ്യുന്ന പോലത്തെ സെറ്റപ്പ്, ആംബിയൻസൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. സ്നാക്സും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ആദ്യം ഞങ്ങൾ മേടിച്ച കട്ട്ലൈറ്റും പപ്സും തെയോ തട്ടി താഴെ ഇട്ടു. ആൻഡ് പിന്നെ ഞങ്ങളത് ഓർഡർ ചെയ്തു കേട്ടോ. സ്നാക്സ് വലിയ കുഴപ്പമില്ലായിരുന്നു, ആംബിയൻസ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ തെയോ മൊത്തത്തിലൊരു വാശി ഉണ്ടായിരുന്നു എന്ന് മാത്രം. പിന്നെ മഴയില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിട്ട് വന്നു കേട്ടോ. സിനിമയ്ക്ക് കാണാൻ നേരം തെയോയ്ക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു, അതിന് ശേഷം ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ.